വെറുതെ ഇതുപോലെ ചാടിയാൽ മീൻ കിട്ടുമോ? ഇല്ല. അതിനുള്ളതാണ് ഈ സ്രാങ്കിന്റെ ഇടതുവശത്തിരിക്കുന്ന ഈ നീല കളർ ലൈറ്റിൽ കാണുന്ന മുതല്. ഇതിന്റെ പേരാണ് എക്കോ സൗണ്ടർ അഥവാ ഫിഷ് ഫൈൻഡർ. എക്കോ സൗണ്ടറിൽ നിങ്ങൾ കാണുന്ന ഈ താഴെ ഭാഗത്തുള്ള ചുവന്ന ലൈനാണ് കടലിന്റെ അടിഭാഗം, സീബെഡ് എന്ന് പറയും. ഇതിന് ഏറ്റവും മുകളിലുള്ള ഭാഗം സമുദ്രത്തിന്റെ ഉപരിതലവും, ഇതിന് നടുക്കുള്ള ഈ മഞ്ഞയും ചുവപ്പും കളറുള്ള ഭാഗമാണ് മത്സ്യങ്ങൾ തിങ്ങി നിറഞ്ഞ ഭാഗം. എക്കോ സൗണ്ടർ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കുകയും അത് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രതിധ്വനി മൂലം ലഭിക്കുന്ന സിഗ്നലുകൾ ഡിജിറ്റലൈസ് ചെയ്താണ് ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ അതിനെ വേർതിരിച്ചിട്ടുള്ളത്. നടുവിലെ സിഗ്നലിൻ്റെ ചുവപ്പ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ മത്സ്യസാന്ദ്രതയുള്ള ഭാഗമാണെന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതിനനുസരിച്ച് സ്രാങ്ക് തരുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇവർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത്. സ്രാങ്കിന്റെ നിർദ്ദേശത്തിനായി ജാഗരൂകരായി നിൽക്കണമെന്നത് ഓരോ ചാട്ടക്കാരൻ്റെയും അനിവാര്യതയാണ്. മത്സ്യം ബോട്ടിട്ട് വളഞ്ഞ് ഒരു നിമിഷം പോലും നിൽക്കാൻ സമയമില്ലാത്ത വിധം വെള്ളത്തിലേക്ക് എടുത്ത് ചാടി വലയടിക്കണം. എങ്കിൽ മാത്രമേ മത്സ്യത്തെ മുഴുവനായി നമുക്ക് വലയടിച്ച് റൗണ്ടപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇത് വെറും ഒരു മഞ്ഞയോ ചുവപ്പോ അല്ല, എന്നാൽ മത്സ്യത്തൊഴിലാളിയുടെ കണ്ണിന്റെ കൺകുളിർമയാണ് ഈ ചുവപ്പും മഞ്ഞയും. ഇതിന്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന പ്രതിഫലവും കൂടിക്കൊണ്ടിരിക്കും.